2020 കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ PSC പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എയ്സിലേക്ക് വരുന്നത്. അതിന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അതേ സ്വപ്നങ്ങളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ഇരിക്കുന്ന 5 പേർ. റെസ്പെക്റ്റും നാട്ടുകാരുടെ ഇടയിലും റെസ്പെക്ട് ഇട്ടു, അതേമാതിരി തന്നെ എവിടെയും പോയാലും അവിടെയും റെസ്പെക്ട് ഇട്ടു. എനിക്കൊരു ജോലി, എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി എന്നൊരു ലക്ഷ്യം എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് മാക്സിമം ടൈം ഞാൻ PSCക്ക് കൊടുത്തിരുന്നു. വെറുമൊരു റാങ്ക് ഫയൽ പഠിച്ച് തീർക്കുക എന്നതിലുപരി PSCയുടെ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് കണ്ടെത്തി അത് റെഫർ ചെയ്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. തോൽവിയിൽ ഒരിക്കലും പതറിപ്പോവാതെ അതിലൊരു ചവിട്ടുപിടിയാക്കി വിജയത്തിലേക്ക് മുന്നോട്ട് കുതിക്കുക. ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എനിക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്യും. നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ എനിക്ക് തിരിച്ച് കിട്ടിയതായ ഒരു ഫീലിംഗ് എനിക്കതിന് ശേഷമുണ്ട്. അതിനുശേഷം ഒരുപാട് സന്തോഷമായി ഈ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ശേഷം. പ്രസന്റ്ലി നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായും PSC കിട്ടും. അത് എൻ്റെ ജീവിതാനുഭവം കൂടിയാണ്. ഒരുമിച്ച് എന്ത് ചെയ്തു, പഠിച്ചു. ആ പഠിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ ലിസ്റ്റിൽ ഒരുമിച്ച് കയറാൻ സാധിച്ചു. ജീവിതയാത്രയിൽ സുഹൃത്തുക്കൾ ഏറ്റവും മികച്ച യാത്രാ കൂട്ടാളികളാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും കൂടെ നിൽക്കുകയും ആശ്വാസം പകരുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. നല്ല സൗഹാർദ്ദങ്ങൾ ഭാവി ജീവിതത്തിനൊരു മുതൽക്കൂട്ട് കൂടിയാണ്. അത്തരമൊരു സൗഹാർദ്ദത്തിനെ കഥ പറയുകയാണ് ബാലുശ്ശേരി എയ്സിൽ നിന്നും 6 അംഗ സംഘം. ഇവരുടെ സൗഹാർദ്ദം എങ്ങനെയാണ് പഠനത്തിലേക്കും പിന്നീട് ഒരുമിച്ച് സർവീസിലേക്കും നയിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഏവർക്കും എയ്സാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2020 കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ PSC പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എയ്സിലേക്ക് വരുന്നത്. മുമ്പ് ഞാൻ PSC പഠിച്ചിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു. അപ്പോൾ എനിക്ക് CPOയിൽ എൻ്റെ റാങ്ക് വളരെ പിറകോട്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും എന്താണ് പഠിക്കേണ്ടതെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ, എയ്സിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് പേര് പഠിക്കുന്നത് കണ്ടു. അതിൽ എൻ്റെ ലക്ഷ്യം CPO ആയിരുന്നു. CPOയിൽ എങ്ങനെയെങ്കിലും നല്ലൊരു റാങ്ക്, കഴിഞ്ഞ റാങ്ക് ബാക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഈ വർഷം അടുത്ത CPOയെങ്കിലും നല്ലൊരു റാങ്ക് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അതേ സ്വപ്നങ്ങളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ഇരിക്കുന്ന 5 പേർ. ഈ 5 പേര് കൂടെ നമ്മൾ ഒരുമിച്ചിരുന്നു പഠിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. നമ്മൾ എന്ത് അറിയാം, നമ്മുടെ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം, ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളായതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഒരേ മൈൻഡ് സെറ്റോട് കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു, പഠിച്ചു. ആ പഠിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ ലിസ്റ്റിൽ ഒരുമിച്ച് കയറാൻ സാധിച്ചത്. എൻ്റെ പേര് അതുൽ. എൻ്റെ വീട് പുന്നശ്ശേരിയാണ്. ഞാനിപ്പോൾ നിലവിൽ പോലീസിൽ അഡ്വൈസ് ലഭിച്ച ഒരാളാണ്. ഈ പോലീസിലേക്കുള്ള ജോലി തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടനാണ്. ആ ഏട്ടൻ എന്ന് വെച്ചാൽ 2020 പോലീസിൽ ജോയിൻ ചെയ്ത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഏട്ടൻ്റെ കൂടെയാണ് എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. ഈ ഏട്ടന് പോലീസിൽ ജോലി കിട്ടിയതിന് ശേഷം അവിടെയുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാട്ടുകാരും ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അന്നപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഈ പോലീസിലേക്കുള്ള ജോലി കിട്ടിയാൽ എനിക്ക് ഈ ചേട്ടന്മാരി തന്നെ റെസ്പെക്റ്റും നാട്ടുകാരുടെ ഇടയിലും റെസ്പെക്റ്റ് ഇട്ടു, അതേമാതിരി തന്നെ എവിടെയും പോയാലും അവിടെയും റെസ്പെക്റ്റ് ഇട്ടു. ഇത് എൻ്റെ മനസ്സിലും വന്നു. അപ്പോഴാണ് ഞാൻ ഈ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എങ്ങനെയാണ് ഈ പോലീസിലേക്കുള്ള ജോലി കിട്ടുക എന്നുള്ള കാര്യം. അപ്പോഴാണ് ഈ ചേട്ടനാണ് പറയുന്നത് PSC വഴിയാണ് പോലീസിലേക്കുള്ള ജോലിക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപ്പോൾ അതുമാതിരി തന്നെ PSC ആണ് ഇതിനുള്ള പരീക്ഷ നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചേട്ടനാണ് പറയുന്നത്. അങ്ങനെയാണ് PSCനെ കുറിച്ച് ഞാൻ നോക്കി. യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ നോക്കി PSCനെ കുറിച്ച്. പിന്നെ അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, സർക്കാർ ജോലിക്കാർ. അവരോട് എങ്ങനെ ഈ കാര്യങ്ങളെന്നൊക്കെ നോക്കി മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഈ PSCയിലേക്ക് എത്തിപ്പെടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എയ്സിനെ കുറിച്ച് അറിഞ്ഞത്. അദ്ദേഹം ഇവിടെ പഠിച്ച് സർക്കാർ ജോലി കയറിയ ഒരാളാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എയ്സിനെ കുറിച്ചൊന്ന് അറിയാൻ കൂടുതൽ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ തന്നെ കുറേ കുട്ടികൾ കുറേ ലിസ്റ്റിൽ കയറിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. ഇവിടെ തന്നെ ജോയിൻ ചെയ്യാനുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. പിന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടുത്തെ ഫാക്കൽറ്റീസും പഠനാന്തരീക്ഷമൊക്കെ നോക്കിയപ്പോൾ വളരെ മികച്ചതായി എനിക്ക് തോന്നി. എന്നിരുന്നാലും PSC പഠനമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഞാൻ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എൻ്റെ റിലേറ്റീവ്സിൻ്റെയും നേറ്റീവ്സിൻ്റെയും അവഗണന, പുച്ഛഭാവം എന്നിവയാണ്. യങ് ഏജ് ആയതുകൊണ്ട് തന്നെ ഫാമിലിയിലെ ഫംഗ്ഷനിലും അതുപോലെ തന്നെ നാട്ടിലുണ്ടാകുന്ന ഒരുപാട് കലാപരിപാടികൾക്കും എല്ലാത്തിനും
ആക്റ്റീവായി നിൽക്കേണ്ട ഈ ഒരു സമയത്ത്, അവൈലബിൾ ആവേണ്ട ഈ ഒരു സമയത്ത് എനിക്കൊരു ജോലി, എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി എന്നൊരു ലക്ഷ്യം എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് മാക്സിമം ടൈം ഞാൻ PSCക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനിലോ പരിപാടികളിലോ ഒന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് കാണുന്ന പരിഹാസം, അവരുടെ എന്താ പറയുക, PSCയിലാണോ എന്നുള്ള അവരുടെ ആ ആറ്റിറ്റ്യൂഡ്, PSC പഠിക്കാനുള്ള അവരുടെ ആ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ കൂടുതൽ വാശിയേറി പഠിക്കാൻ കൂടുതൽ പ്രചോദനമാവുകയാണ് ഉണ്ടായത്. ഇതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫിസിക്കലി, മെൻ്റലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്നെ കരകയറാൻ സഹായിച്ചത് എൻ്റെ കൂടെ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് നിന്ന എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ കൂടെ എനിക്ക് ഒപ്പം നിന്ന് എന്നെ പഠിക്കാനും എന്തിനും എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സ്, അവരെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കമ്പൈൻ സ്റ്റഡി, ഇതൊക്കെ കൂടെയാണ് എനിക്ക് ഇതിലേക്ക് എത്താൻ സഹായിച്ചത്. ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന വഴിത്തിരിവ്. കാരണം അതുവരെ ഇൻട്രോവേർട്ടായി മാറി നിന്ന് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ്. അതിനുശേഷമാണ് എനിക്ക് എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ നേറ്റീവ്സിനൊക്കെ അവരെയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യം കിട്ടിയത്. അതിനുശേഷം എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ എനിക്ക് തിരിച്ച് കിട്ടിയതായൊരു ഫീലിംഗ് എനിക്ക് അതിനുശേഷം ഉണ്ട്. അതിനുശേഷം ഒരുപാട് സന്തോഷമായി ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടതിന് ശേഷം. അപ്പോൾ ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ പ്രധാനമായും എൻ്റെ പഠനരീതിക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട്. പഠനരീതിയാണ് എന്നെ ഇവിടെ ഇന്ന് എത്തിച്ചത്. നമ്മുടെ വിജയത്തിൽ പ്രധാന പങ്ക് നമ്മുടെ പഠനരീതികൾക്കുണ്ട്. എൻ്റെ ഒരു പഠനരീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി ഒരു 10 മണി വരെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് എസിലാണ്. എസിലെ സ്റ്റഡി മെറ്റീരിയൽസും ഇവിടുത്തെ ലൈബ്രറി സംവിധാനവും ഇവിടുത്തെ കമ്പൈൻ സ്റ്റഡീസും വീക്ക്ലി മോഡൽ എക്സാംസും എല്ലാം തന്നെ എന്നെ ഈ ഒരു ഉന്നത റാങ്കിലേക്ക് എത്താൻ സഹായിച്ചു. വെറുമൊരു റാങ്ക് ഫയൽ പഠിച്ചു തീർക്കുക എന്നതിലുപരി PSCയുടെ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് കണ്ടെത്തി അത് റെഫർ ചെയ്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. റാങ്ക് ഫയൽ കൂടാതെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു വജ്രായുധമായിരുന്നു എൻ്റെ സെൽഫ് നോട്ട്. ആ സെൽഫ് നോട്ട് ഞാൻ എല്ലാ ആഴ്ചയും റിവിഷൻ ചെയ്തിരുന്നു. എക്സാംസ് എഴുതി അതിൽ നിന്നും കിട്ടാത്ത പോയിൻറ്സും എല്ലാ കാര്യങ്ങളും ഞാൻ സെൽഫ് നോട്ടിൽ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് അത് ഞാൻ പിന്നെയും എല്ലാ വീക്കിലും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവാം എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉന്നത വിജയം നേടാൻ സഹായിച്ചത്. പഠന രീതിയിൽ വലിയൊരു പങ്ക് കമ്പൈൻ സ്റ്റഡിക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എനിക്കറിയാത്ത പല കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്യും. അതിലൂടെ എൻ്റെ നോളജാണ് വർദ്ധിക്കുന്നത്. എയ്സിൻ്റെ റീഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ലൈബ്രറിയിലുണ്ട്. ബുക്ക് റെഫർ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. വ്യക്തമായ പഠന രീതിയിലൂടെ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ, ഒന്നിലധികം റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ വേണ്ടി പറ്റും. എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നീ ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉന്നത റാങ്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പിന്നെ VFA, ഫയർമാൻ എന്നീ ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ലിസ്റ്റുകളിൽ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയും. ഇനി PSCയിലേക്ക് വരാൻ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. PSC ഒരിക്കലും ഒരു ബാലികാറ മലയല്ല. അത് നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സാം മാത്രമാണ്. പക്ഷേ അതിന് സമയം ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു 1-2 എക്സാം എഴുതി നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതരുത്. പരാജയം എന്തായാലും ഉണ്ടാവും. അതിനൊരു ചവിട്ടുപിടിയേക്ക് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക. പിന്നെ ധാരാളം കുത്തുവാക്കുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ധാരാളം പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതിലൊന്നും തളരാതെ നമ്മൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയാലേ നമുക്കൊരു വിജയം നമ്മുടെ മുമ്പിൽ വന്നു ചേരൂ. പിന്നെ 1-2 എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുക. കുറച്ചധികം എക്സാമിന് വേണ്ടി നമ്മൾ നോക്കുക. 1-2 എക്സാമിന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം എക്സാമുകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെൻ്റെ ജീവിതാനുഭവം കൂടിയാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ്. പിന്നെ PSC ഒരിക്കലും ഒരു സ്കൂൾ കോളേജ് ജീവിതകാലത്ത് നമ്മൾ എത്രത്തോളം റാങ്ക് വാങ്ങി എന്നതിൽ നിന്ന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നെങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെ പഠിക്കുന്നു എന്ന് മാത്രമേ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിക്കുക. പ്രസൻ്റ്ലി നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായും PSC കിട്ടും. അത് എൻ്റെ ജീവിതാനുഭവം കൂടിയാണ്. കാരണം ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്തോ സ്കൂൾ പഠനകാലത്തോ വലിയ റാങ്ക് വാങ്ങിയ ആളൊന്നുമല്ല. എന്നിട്ടും എനിക്കിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വരാനായി. അപ്പോൾ ഇത് നിങ്ങൾക്കും പറ്റും, എനിക്ക് മാത്രമല്ല. ഇതെൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ തെളിയിച്ച കാര്യമാണ്. സോ നന്നായി പഠിക്കുക. നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയും. നല്ലൊരു വിജയം നേടുന്നു.